ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഓരിയോ കോൾഡ് കോഫി തയ്യാറാക്കിയാലോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണേ നോക്കാം. എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഗ്ലാസ് എടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായി തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ജ്യൂസ് അടിക്കുന്ന മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് 3 തൊട്ട് 4 ഓരിയോ ബിസ്ക്കറ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അധികം ബിസ്ക്കറ്റ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് തണുത്ത പാൽ 1.5 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. അതല്ലെങ്കിൽ നന്നായി പാൽ തണുപ്പിച്ചെടുക്കുക. ഒരുപാട് തണുവൊന്നും ഇഷ്ടമല്ലെങ്കിൽ ചെറുതായിട്ട് നമുക്കതൊന്ന് തണുപ്പിച്ചിട്ട് എടുത്താൽ മതി. ഇത് നമ്മൾ 1.5 കപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കോഫിയുടെ മിക്സും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ചോക്ലേറ്റ് സിറപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള വാനില ഐസ്ക്രീമാണ്. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ കൊടുക്കാം. ഇത്രയും ചേർത്ത് നമുക്കിത് ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു 1 തൊട്ട് 2 മിനിറ്റ് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അടിച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചും കൂടി വാനില ഐസ്ക്രീമും അതുപോലെ ചോക്ലേറ്റ് സിറപ്പുമാക്കി അതിന് മുകളിലായിട്ട് ഒരു ഓരിയോ ബിസ്ക്കറ്റും കൂടി വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.